ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. F = ma. ഇവിടെ m എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മാസും a എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷനുമാണ്. മാസിൻ്റെ ഡയമെൻഷൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, ക്യാപിറ്റൽ M. അതുപോലെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ, ആക്സിലറേഷൻ = വെലോസിറ്റി ബൈ ടൈം. ഇനി എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇനി വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L, ടൈം 1/ടൈം ആയതുകൊണ്ട് t⁻⁻1. അതുകൊണ്ട് വെലോസിറ്റിയുടെ ഡയമെൻഷൻ L(t⁻⁻1). ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇവിടെ നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ കിട്ടിയത് L(t⁻⁻1). ആക്സിലറേഷനിൽ വീണ്ടും ഒരു ടൈമിൻ്റെ ഡിവിഷൻ വരുന്നത് കൊണ്ട് നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ = L(t⁻⁻2). F = ma. സോ ഡയമെൻഷൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ വരുന്നത് mL(t⁻²). Next question, find the dimensional formula of gravitational constant using the equation F = g × m1m2/r². നമുക്കറിയാം ഇത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇക്വേഷനാണ് അല്ലേ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, അതായത് ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യണം. അതായത് g = എന്ന ഫോമിൽ മാറ്റി എഴുതണം. അപ്പോൾ ഇവിടെ ഇക്വേഷനെ നമ്മൾ g = എന്നെങ്ങനെ എഴുതാം, g = Fr²/m1m2. അതായത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ Fr² = g × m1m2 എന്ന് കിട്ടും. ഇനി അതിനെ m1m2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ G = Fr²/m1m2. ഇനി ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ G എന്ന് എഴുതണം. അതായത് സ്ക്വയർ ബ്രാക്കറ്റ് ക്യാപിറ്റൽ G = ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ പ്രത്യേകം നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഡയമെൻഷൻ ഓഫ് F, അതായത് Fനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതണം. അതിനുശേഷം R²നെ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. അതിനുശേഷം m1 m2 ഓരോന്നിനെയും സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. ഇനി ഡയമെൻഷൻ ഓഫ് G = എന്ത് വരും, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു, mL(t⁻²). അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് mL(t⁻²) എന്ന് എഴുതണം. നെക്സ്റ്റ് വേണ്ടത് R²ൻ്റെ ഡയമെൻഷനാണ്. R എന്ന് പറഞ്ഞാൽ രണ്ട് മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് R²ൻ്റെ ഡയമെൻഷൻ വരുന്നത് L²നെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതാം. ഡിവൈഡഡ് ബൈ മാസിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം ക്യാപിറ്റൽ M, 2 m വരും. m1 m2 വരുന്നത് കൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് m 2 തവണ എഴുതണം. ഇനി ഡിനോമിനേറ്ററിലുള്ള എമ്മിൻ്റെ ഡയമെൻഷൻ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വരുന്നത് mL(t⁻²) ഇൻറ്റു ഡയമെൻഷൻ ഓഫ് L² ഇൻറ്റു ഡയമെൻഷൻ ഓഫ് m⁻⁻1 ഇൻറ്റു ഡയമെൻഷൻ ഓഫ് m⁻⁻1. ഇവിടെ ഡിനോമിനേറ്ററിലുള്ള രണ്ട് മാസുകളുടെ ഡയമെൻഷൻ ന്യൂമറേറ്ററിലേക്ക് എടുത്തു, അതുകൊണ്ടാണ് m⁻⁻ വരുന്നത്. ഇവിടെ നോക്കൂ, നമ്മുടെ ഇക്വേഷനിലൊരു ക്യാപിറ്റൽ M വരുന്നുണ്ട്, 2 m⁻⁻ വരുന്നുണ്ട്. അതായത് ഒരു m⁻⁻1ഉം m⁻⁻1ഉം തമ്മിൽ ക്യാൻസലാവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് m⁻⁻1. ദെൻ ഒരു ക്യാപിറ്റൽ L വരുന്നുണ്ട്, ഒരു ക്യാപിറ്റൽ L² വരുന്നുണ്ട്. അതുകൊണ്ട് L³
ഇനി ടിയുടെ ഡയമെൻഷൻ -2, t⁻² ആണ് വരുന്നത്, t⁻². അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ G is equal to m⁻⁻1 L³ t⁻². ഈ രണ്ട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.